അതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റെപ്പ് കറക്റ്റ് ഓർഡറിൽ പോകണമെന്നൊന്നുമില്ല. ആ ഒരു കംഫർട്ടബിൾ, കുട്ടിക്കും പാരന്റിനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അസസ്മെന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റീഡിങ്, റൈറ്റിംഗ്, മെന്റൽ സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഇഫ് ഇറ്റ് ഈസ് കൺവീനിയന്റ് ആണെങ്കിൽ അത് തന്നെ ആദ്യം നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാം എന്താ കുട്ടീൻ്റെ അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റെസ്പോൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ലേണിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ലോ എങ്ങനെ, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാൻ നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ ഹിസ്റ്ററി എടുക്കാം, പിന്നെ ഒരു ജനറൽ അസസ്മെന്റ്, പിന്നെ ഡിസ്ലെക്സിയ ആണോ, ഡിസ്ഗ്രാഫി ആണോ, ഡിസ്കാൽക്കുലിയ ആണോ കുട്ടിക്കുള്ളതെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇതൊന്നല്ലാതെ ചിലപ്പോൾ വേറെ ചില പ്രോബ്ലംസ് ആയിരിക്കും. അത് നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയാം. അതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും, കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ ഡിഫിക്കൽട്ടി ആണോ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുക എന്നുള്ളതാണ്. അത് ഫസ്റ്റ് അത് കുട്ടി, ആ ഒരു പാരന്റ് എന്ത് കംപ്ലൈന്റ് ആണ് നമ്മളെ അടുത്ത് പ്രസന്റ് ചെയ്യണത് എന്നുള്ളതാണ്. അവർക്കൊരു പ്രൈമറി കൺസേൺ ഉണ്ടാവും, സ്കൂളിൽ പോകുന്നില്ല കുട്ടി, അല്ലെങ്കിൽ കുട്ടിക്ക് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ മാത്രം മാർക്ക് കുറയുന്നു, ചില ലാംഗ്വേജിൽ മാത്രം മാർക്ക് കുറയുന്നു, അങ്ങനത്തെയുള്ള കൺസേൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യം ചോദിച്ചറിയാം, അവർക്ക് എന്താണ് കൺസേൺ എന്നുള്ളത് ചോദിച്ചറിയാം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഈ ക്ലാസ് ഞാൻ പറയുമ്പോൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫാമിലി ഹിസ്റ്ററിയാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ആ കുട്ടിയുടെ തന്നെ ഹിസ്റ്ററി, അതായത് കുട്ടി ജനിക്കുന്നതിന് മുന്നേ പാരൻസിന് വല്ല അസുഖങ്ങളോ, പ്രഗ്നൻസിയിൽ വല്ല കോംപ്ലിക്കേഷൻസോ, കുട്ടിൻ്റെ ലേബർ ടൈമിൽ വല്ല കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കുട്ടിയുടെ ഏർലി സ്റ്റേജസിൽ കുട്ടിക്ക് എന്തെങ്കിലും ഫിക്സ് പോലത്തെ ബ്രെയിൻ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് ഉറപ്പുവരുത്തുക. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെന്റൽ ഹിസ്റ്ററിയാണ്. ഡെവലപ്മെന്റൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചറിയാം കുട്ടിയുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നടന്നിട്ടുണ്ടോ, സ്പീച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ടോ, ബാക്കി ഡെവലപ്മെന്റ്സ്, ഗ്രോത്ത് എല്ലാം കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ളത് ചോദിച്ചറിയാം. ഇതിനൊക്കെ നമുക്ക് ഇഫ് ഇറ്റ് ഇസ്, അതായത് ആ കുട്ടീൻ്റെ ഒരു സ്പീച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽ സ്റ്റോൺസ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിക്ക് നേടിയുന്നൊരു കാരണങ്ങളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കുട്ടിയുടെ സെൻസറി ഡിഫിക്കൽട്ടീനെ പറ്റിയിട്ട് ചോദിച്ചറിയാം. അതായത് സെൻസറി ഡിഫിക്കൽട്ടീസ് ഉണ്ടോന്ന്, കാഴ്ചയിലോ കേൾവിയിലോ, അത് രണ്ടുമാണ് നമ്മൾ സെൻസറി ഡിഫിക്കൽട്ടി ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പാരൻസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്തിട്ടുള്ളതും നമ്മൾ ചോദിച്ചറിയാം. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിയാണ്. എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആദ്യം മുതൽ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് മീഡിയമാണ് പഠിച്ചത്, മീഡിയം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ കുട്ടിയെ പറ്റിയിട്ടുള്ള ടീച്ചറിന്റെ അഭിപ്രായം എന്താണ്, കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അതേപോലെ കുട്ടിയുടെ അടുത്ത് നമുക്ക് ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ഫേവറേറ്റ് സബ്ജക്ട് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതാണ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിയിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പാരൻസിനോട് ചോദിച്ചറിയുന്നത് ഇവിടെ ഒരു ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടിയാണ്. അതായത് ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തിട്ടുള്ളത് ഉള്ളതെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയണം. അതായത് എപ്പോഴെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, എപ്പോഴെങ്കിലും ഓവർ റിയാക്ട് ചെയ്യുകയും, അതായത് പ്രായത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷൻ അവരുടെ സൈഡിൽ നിന്ന് വരെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് ചൂണ്ടിക്കാണിക്കുക അവർ ജീവിക്കുന്ന സിറ്റുവേഷന്റെ ആ ഒരു ഈസിനെസ്സിനായിരിക്കും. ഒരു ഡിഫിക്കൽട്ടി
സിറ്റുവേഷനിലാണോ ഹാപ്പി സിറ്റുവേഷനിലാണോ കുട്ടി വളർന്നു വന്നിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കേസ്, ആ കുട്ടിക്ക് വളരെ ചെറുതായിട്ട് എഴുതിയുള്ളൊരു കുട്ടിയാണ്. കുട്ടി കുറച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പാരന്റ് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയി സാഡായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ. കുട്ടിക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും മനസ്സിലാവുന്നത് പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആണ്. പാരന്റ്സ് വർക്ക് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ടാണ് അവര് നേരെ ടിവിന്റെ മുന്നിൽ ഇരിക്കും. ഒരു 6:30 ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ 10 o'clock വരെ ഒരു ടിവിന്റെ മുന്നിൽ ഇരിക്കും. അതിൽ നിന്ന് അവര് എണീക്കോ അല്ലെങ്കിൽ അവരുടെ പ്രൈമറി അവരുടെ ആവശ്യങ്ങൾക്ക് പോലും അവർ കുട്ടീനെ വിളിക്കും. റിമോട്ട് എടുത്ത് കൊടുക്കാനോ, ചായ എടുത്ത് കൊടുക്കാനോ, വെള്ളം കൊടുക്കാനോ, അല്ലെങ്കിൽ ആരെങ്കിലും ഡോറ് കിട്ടിക്കഴിഞ്ഞാൽ തുറന്നു കൊടുക്കാനോ, അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തോണ്ടേ. അവരുടെ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് വിരിക്കാൻ പറ്റണില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പഠിപ്പ് കഴിഞ്ഞ് കുട്ടി ഫ്രീ ആയിട്ടൊന്ന് പുറത്തിറങ്ങാനോ കളിക്കാനോ സംസാരിക്കാനോ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കാനോ തോന്നുമ്പോൾ അപ്പോഴും കുറെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അതായത് കാറ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ആ മുറ്റം അടിച്ചു കൊടുക്കുന്നത്, അങ്ങനെ കുട്ടിക്ക് ഓവർ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ പല കാരണങ്ങൾ, അതുപോലത്തെ പല കാരണങ്ങളാൽ കുട്ടിക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കാരണം അവരുടെ ഇമോഷണലും ബിഹേവിയർ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, സോഷ്യൽ ഇന്ററാക്ഷൻ വിത്ത് പിയർ. ഫ്രണ്ട്സിനായിട്ട് അവരെങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്ന പോലെ, എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, അതേപോലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത് പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചറിയണം. ഇതൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒരിക്കലും കുട്ടിക്ക് അത് അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവാനും പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, പാരന്റ്സ് മാത്രമുള്ള ഒരു സിറ്റുവേഷൻ മാത്രമാണെങ്കിൽ അത് അപ്പൊ നമ്മൾ അസസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്പൊ അത് ചോദിച്ചറിയുക. അല്ലെങ്കിൽ കുട്ടിയുടെ അസസ്മെന്റ് എടുത്ത് അവർ വീട്ടിൽ പോയി നമ്മളെ സൗകര്യത്തിൽ നമ്മൾ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്യണം. പാരന്റ്സിന്റെ മുന്നിൽ കുട്ടികളും ഹേർട്ടഡ് ആവാൻ പാടില്ല, കുട്ടികളുടെ മുന്നിൽ പാരന്റ്സും ഹേർട്ടഡ് ആവാൻ വേണ്ടി പാടില്ല. നെക്സ്റ്റ് വൺ, ക്ലാസ് റൂം ഒബ്സർവേഷൻ ആണ്, ഓൾറെഡി പറഞ്ഞതാണ്. അതും അതിൽ നിന്ന് ടീച്ചറിന്റെ ഒബ്സർവേഷനിൽ നമുക്ക് പാരന്റ്സ് നമുക്ക് എന്ത് മനസ്സിലാവും, ആ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ്, ഹൈപ്പർ ആക്റ്റീവ് ആണോ, അച്ചടക്കമുള്ള കുട്ടിയാണോ, ശ്രദ്ധിക്കുന്ന കുട്ടിയാണോ, അറ്റൻഷൻ ഉണ്ടോ, അറ്റൻഷൻ കുറവുണ്ടോ, കുട്ടിയുടെ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽറ്റി അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ പാരന്റിനായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചറിനായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇത്രയാണ് ഹിസ്റ്ററിന്ന് പേഴ്സണൽ ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇപ്പോഴാണ് നമ്മൾ ജനറൽ ഒരു പ്രൊസീജിയറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കുട്ടിയുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പൊ കാണുന്ന സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറൽ അസസ്മെന്റ്. ഫസ്റ്റ് കുട്ടി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ നേരെ പെൻഡിങ് തരത്തിട്ട് കുട്ടികൾക്കൊണ്ട് എഴുതിപ്പിക്കുകയോ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും എഫക്റ്റീവ് ആവാം നമ്മൾ ആദ്യം അവരുടെ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക. നമുക്കെല്ലാത്ത എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക, അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പിനോട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് പോലെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അവരോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി പറയാം. അങ്ങനെ എന്തെങ്കിലും പറയാനല്ല, നമ്മളൊരു ടോപ്പിക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു നാരങ്ങയൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് ചോദിക്കാം. അതിന്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ആദ്യം ഒരു പാത്രം എടുക്കാം, കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഉത്തരം ഇങ്ങനെയാണ്: പാത്രം എടുക്കുക, അതിൽ വെള്ളം ഒഴിക്കുക, കുറച്ച് നാരങ്ങ പിഴിയുക, പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യുക, വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് എന്തെങ്കിലും കുടിക്കുക. അത്രയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്. ചില കുട്ടികൾ അത് നന്നായിട്ട് പറയും, ചില കുട്ടികൾക്ക് ഇതൊക്കെ പറയാൻ സംഭവം അറിയണമെങ്കിലും അത് പുറത്തേക്ക് വരില്ല, അവർ ബ്രെയിനിൽ ഉണ്ടാവും, അത് പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് വരില്ല. ആക്ച്വലി ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാലും അത് തന്നെയാണല്ലോ, പ്രോസസ്സിങ്ങിലുള്ള സ്പീഡ് ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ ഇപ്പൊ അവർക്ക് ഇതൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ഇതേപോലത്തെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് പറയാം, ഇത് ഇതേപോലെ തിരിച്ച് പറഞ്ഞു തരണം എന്ന് പറയാം.
അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പിങ്കി എന്ന് പറഞ്ഞൊരു കുട്ടി സ്കൂളിൽ പോവാൻ റെഡി ആവുന്നു. സ്കൂളിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഷൂ കാണാനില്ല. കുട്ടി ആദ്യം പെട്ടെന്ന് ചോദിച്ചു നോക്കി. പിന്നെ ആ കുട്ടി അടുക്കളയിൽ നോക്കി, അവിടെ ഇല്ല. പിന്നെ കുട്ടി ഡോറിന്റെ ബാക്കിൽ നോക്കിയപ്പോൾ ആ വീട്ടിലെ നായ്ക്കുട്ടി അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നായ്ക്കുട്ടി ആ ഷൂ കുട്ടിക്ക് കൊടുത്തു. കുട്ടി തിരിച്ചൊരു ബിസ്ക്കറ്റ് കൊടുത്തു. കുട്ടി ആ ടൈമിൽ സ്കൂളിൽ പോയി. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംഭവം കുട്ടികളോട് നമ്മൾ റെക്രിയേറ്റ് ചെയ്യാനോട് പറയാം. നന്നായിട്ട് സീക്വൻസിങ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് തിരിച്ച് പറഞ്ഞു തരും. ചിലപ്പോൾ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പറയാം കുട്ടി, ഷൂ, കട്ടില്, അങ്ങനെ വാക്കുകൾ മാത്രം പറയും. അതാണ് എക്സ്ട്രീം ഒരു കണ്ടീഷൻ. ചിലപ്പോൾ ഒന്നും പറയില്ല, എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയും. നെക്സ്റ്റ് സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പറയും, ഒരു കണക്ഷൻ ഇല്ലാതെ പറയും. അതിന്റെ അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ചില സെന്റൻസ് പറയും, ചില സെന്റൻസ് മിസ്റ്റേക്ക്, അങ്ങനെയൊക്കെ. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ആ ഒരു സീക്വൻസിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ റീസണിങ് സ്കിൽ. റീസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇതൊക്കെ നമ്മള് ഏതാണോ ഏത് ക്ലാസ്സിലാണോ ഇപ്പൊ കുട്ടി പഠിക്കുന്നതിനനുസരിച്ച് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ആ ഒരു ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ റീസണിങ് സ്കിൽ എന്ന് പറയുന്നത്, ഓക്കെ, റീസണിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർ എന്തോ നോയ്സ് എന്ത് പറ്റി? ഇല്ല, എന്തൊരു നോയ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ റീസണിങ് സ്കിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറയാനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റീസണിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ എന്തിനാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യുക, എന്തിനാ രണ്ട് സൈഡും നോക്കുന്നത്, പുറത്ത് പോകുമ്പോൾ നമ്മൾ മാസ്ക് ഇടുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെ ആ ഒരു പ്രായത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ജനറൽ കാര്യങ്ങൾ ചോദിക്കുക. ചിലവർ നന്നായിട്ട് ഉത്തരം പറയും, ചിലവർക്ക് അതിനെപ്പറ്റി അത്ര ബോധേഡാവില്ല, അത്ര അവയർഡാവില്ല അവർ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുട്ടിൻ്റെ ഒരു ലെവല് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഓരോ സ്റ്റെപ്സും നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കാര്യങ്ങൾ, അവരെവിടെ പഠിക്കുന്നത്, അവരുടെ വീട് എവിടെയാണ്, വീട്ടിലുള്ള വഴി അങ്ങനെ ചോദിക്കാം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാം. ഇതൊക്കെ ഓപ്ഷണൽ. അതായത് നമുക്കപ്പോൾ ആ കുട്ടിയുടെ എന്താണ് ചോദിക്കാൻ തോന്നുന്നത് അത് ചോദിക്കാം. ആ കുട്ടിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, കുട്ടിക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാം. നെക്സ്റ്റ് വന്ന് ഐഡന്റിഫൈങ് കളേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ സ്ലൈഡ് പ്രസന്റേഷൻ നടക്കുന്നുണ്ടോ ഇപ്പോഴും? ഇല്ല ഇല്ല ഇല്ല, സ്ലൈഡ് വന്ന് ഇല്ലല്ലോ, എനിക്കിവിടെ കാണുന്നില്ല. ആർക്കെങ്കിലും സ്ലൈഡ് മാറിയിട്ടില്ല. ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കുക. അത് ആ സ്ക്രീൻ അത് മാത്രമായിട്ട്. നോട്ട് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം. മെമ്മറൈസിങ് സീക്വൻസസ്, ലിസണിങ് സ്കിൽസ്, ജനറൽ അവയർനെസ്, ഐഡന്റിഫൈങ് കളേഴ്സ്. സ്ലൈഡ് മാറ്റിക്കോട്ടെ, അതോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നിങ്ങൾ.
ഇത് നിങ്ങൾക്ക് അയച്ചുതരാം, പ്രസൻറ്റേഷൻ അയച്ചുതരാം. ഓക്കെ ഓക്കെ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമ്മള് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ റിപ്പീറ്റ് ആവുന്നുണ്ട്. വേറെ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറയും. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഹലോ, ഇപ്പൊ ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഒരു ജനറൽ അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടീനായിട്ട് ഒരു റാപ്പ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് എൻട്രി ചെയ്യാം. റീഡിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് കൊടുക്കേണ്ടത് ഏതെങ്കിലും കുറച്ച് ആൽഫബറ്റ്സ് കുറച്ച് വലുതാക്കി നന്നായിട്ട് കാണുന്ന രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ മുന്നായിട്ട് കുട്ടികളടുത്ത് പറയേണ്ടത്, ചിലപ്പോൾ അവർക്ക് തോന്നും ഓ എനിക്കിതൊന്നും അറിയാത്തതുകൊണ്ടാണോ എന്നോട് ചോദിക്കണമെന്ന്. ആ ഒരു ഫീൽ അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയാം എനിക്കറിയാം, മാമിനെ അറിയാം, നിനക്കിതൊക്കെ അറിയാമെന്ന്, എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. അങ്ങനെ ആൽഫബറ്റ്സ് ചോദിക്കാം. അപ്പോൾ കുട്ടി ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതായത് ആൽഫബറ്റ്സും അതിൻ്റെ സൗണ്ട്സും ചോദിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 1 വേർഡാണ്. ഈ 1 വേർഡ് നമ്മൾ കൊടുക്കുമ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലാസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 and 2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കാറ്റും മാറ്റും അങ്ങനത്തെ സെൻറ്റൻസ് കൊടുക്കാം. ഇപ്പോൾ ഒരു 4ലും 5ലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ ഒരു ടുഗദർന്നോ അങ്ങനെ കുറച്ചും കൂടി ഒരു ലെവലിൽ കൂടി വേർഡ് ചോദിക്കാം. അങ്ങനെ ക്ലാസ് അനുസരിച്ച് വേർഡ്സിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. ഇപ്പോൾ 1 വേർഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കുട്ടിക്ക് കൊടുക്കേണ്ടത് 2 വേർഡാണ്. 2 വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേർഡ്സ് കൂടി ചേർന്നിട്ടുള്ള വേർഡ്സിൽ, ഫോർ എക്സാമ്പിൾ സംതിങ് അല്ലെങ്കിൽ എവ്രി വൺ, വാട്ട് എവർ, അങ്ങനത്തെ വേർഡ്സില്ലേ, അങ്ങനെ 2 വേർഡ് കമ്പൈൻ ചെയ്തിട്ടുള്ള വേർഡ്, അല്ലെങ്കിൽ ലിവിങ് തിങ്, നോൺ ലിവിങ് തിങ്, കുറച്ച് വേർഡ്സ് അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് കൊടുക്കുക. അതും നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റേജ് സെൻറ്റൻസ് ആണ്. ഇതൊരു നമ്മൾ അവർക്ക് സെൻറ്റൻസ് കൊടുക്കുമ്പോൾ ആദ്യം പ്രിൻ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെൻറ്റൻസ് കൊടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കൊടുക്കാം. ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റി ഉള്ള ഒരു സെൻറ്റൻസ് കൊടുക്കാം. എന്നിട്ട് അത് അവരോട് റീഡ് ചെയ്യാൻ വേണ്ടി പറയാം. അതും കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടത് പാരഗ്രാഫാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ സ്റ്റെപ്സ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊടുക്കുമ്പോൾ കുട്ടി എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ 1 വേർഡ് കഴിഞ്ഞിട്ട് 2 വേർഡ് പറയാൻ കുട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് സെൻറ്റൻസും പാരഗ്രാഫും ഒന്നും കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ അധികം LD കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന കുട്ടികളിൽ കോമൺ ആയിട്ട് അതൊരു സെൻറ്റൻസ് വരെ മാക്സിമം എത്താറുള്ളൂ. വേറെ വല്ല ബുദ്ധിമുട്ടുള്ളവർക്കാണ്, അതായത് കുറേ കാലം നന്നായിട്ട് പഠിച്ച് കുറച്ച് ഒരു പ്രത്യേക സ്റ്റേജിൽ അവരുടെ പഠനം നല്ല ലോ ആയിട്ട് കഴിയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് ബേസ് നന്നായിട്ട് സെറ്റായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പാരഗ്രാഫും ഒക്കെ വായിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുടെ പ്രശ്നം LD അല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് അനുസരിച്ച് നമുക്ക് അവർക്ക് LD ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പാരഗ്രാഫ് എത്തിക്കഴിഞ്ഞാൽ LD ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിലും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രാൻസ്പൊസിഷൻ ഫസ്റ്റ്, അതായത് കുട്ടി വായിക്കുന്നുണ്ടാവും, പക്ഷെ വേർഡ്സ് ഒരു 3ാമത്തെ വേർഡ് ആദ്യം വായിക്കും, അല്ലെങ്കിൽ 2 വേർഡ് ഇങ്ങനെ സ്വാപ്പ് ചെയ്ത പോലെ വായിക്കും, അങ്ങനെയൊക്കെ വായിക്കും. അതാണ് ട്രാൻസ്പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ റിവേഴ്സ് റീഡിങ്, ഒരു വേർഡ് തന്നെ തല തിരിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വായിക്കുക. നെക്സ്റ്റ് വൺ ഒമിഷൻ, സ്പീഡിൽ വായിച്ചു പോണ സമയത്ത് പറ്റാത്ത വേർഡൊക്കെ അവരിങ്ങോട്ട് എന്ത് ചെയ്യും, ഒമിറ്റ് ചെയ്യും. പറ്റാത്ത വേർഡ് എന്നല്ല, ചിലപ്പോൾ അവരുടെ ബ്രെയിൻ ആ വേർഡ് പ്രോസസ്സ് ചെയ്യില്ല. നമുക്ക് ഒരു LD ഉള്ള കുട്ടിക്ക് എങ്ങനെയാണ് അത് വായിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു ജംബിൾഡ് ആയിട്ടുള്ള വേർഡ്സ് വായിക്കണ പോലെ ആയിരിക്കും. അതായത് ഒരു സെൻറ്റൻസ് തന്നെ
ആക്ച്വലി ആ കുട്ടിയുടെ വിഷനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കണ്ണിൽ നിന്ന് അത് ആ ഒരു ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിൽ എത്തിയിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ, ഈ ഒമിഷനും റിവേഴ്സലും ട്രാൻസ്പോസിഷനും ഒക്കെ കാണുക. കുട്ടി ഒരിക്കലും അത് എന്താ പറയുക, അറിഞ്ഞുകൊണ്ട് ചെയ്യണ കാര്യങ്ങളല്ല. അവർക്കത് അങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ആവുക. അവരുടെ ബ്രെയിനിൽ അത് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവുക. ചില വേർഡ്സ് കാണില്ല, ചില അക്ഷരങ്ങൾ ഉണ്ടാവില്ല, ചിലത് ജമ്പിൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അങ്ങനെയൊക്കെ. നെക്സ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ. അവരെന്ത് ചെയ്യും, ഒരു വേർഡിന്റെ പകരം വേറൊരു വേർഡ് യൂസ് ചെയ്യും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വൺ ഇൻസേർഷൻ. ഇതിലൊന്നും ഇല്ലാത്തൊരു വേർഡ് സ്ലൈഡ് മാറുന്നില്ല കേട്ടോ. സ്ലൈഡ് ഇപ്പോൾ കാണുന്ന സ്ലൈഡ് അസസ്മെന്റ് ഓഫ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡ് അല്ലേ? യെസ്. അതിൽ തന്നെയാണ് സാർ ചെക്ക് Okay, ഫോർ ശരി. ട്രാൻസ്പോസിഷൻ, റിവേഴ്സൽ, ഒമിഷൻ. ഓക്കെ. അപ്പൊ ഇൻസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ഇല്ലാത്തൊരു കാര്യം അവര്, അതായത് മുന്നെപ്പോഴോ അവരുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്തുള്ള ഏതെങ്കിലും ഒരു വേർഡ് അതിലുണ്ടാവും. നെക്സ്റ്റ് വൺ പോസസ്. അതായത് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഉള്ളൊരു നിർത്തേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സെന്റൻസ് തന്നെ ഞാൻ വായിക്കുന്നത് ചെക്ക് ഫോർ ട്രാൻസ്പോസിഷൻ, റിവേഴ്സൽ, ഒമിഷൻ, അങ്ങനെയല്ല നമ്മൾ വായിക്കുക. ഇവർ ചിലപ്പോൾ വായിക്കുക ചെക്ക് ഫോർ ട്രാൻസ്പോസിഷൻ, അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റിവേഴ്സൽ, ഒമിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതങ്ങനെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ എവിടെയൊക്കെ പോസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഫോണിക്സ്. അതായത് ലെറ്റേഴ്സിന്റെ സൗണ്ട് നന്നായിട്ട് അറിയാത്തവർക്കായിരിക്കും ഫോണിക്സിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അപ്പം ഇതൊക്കെ അവരുടെ ആ ഒരു റീഡിങ്ങിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ ഏതെങ്കിലുമൊക്കെ അതിൽ കാണപ്പെടുകയാണെങ്കിൽ അത് എഴുതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഏത് സ്റ്റേജ് വരെ അവരെത്തണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു എഴുതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിനെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതാണ് റീഡിങ്ങിലുള്ള അസസ്മെൻറ്റ്. അതിൻ്റെ ലാസ്റ്റിൽ, റീഡിങ്ങിലെ അസസ്മെൻറ്റിൻ്റെ ലാസ്റ്റിൽ നമ്മൾ അവർക്കൊരു സ്റ്റോറി വായിച്ചു കൊടുക്കുക. ഈ അസസ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലും എടുക്കണം, മലയാളത്തിലും എടുക്കണം. ആൽഫബറ്റ്സ് ഈ എല്ലാ സ്റ്റേജസും. പിന്നെ ഹിന്ദി, അറബി, ഇത് ഇംഗ്ലീഷും മലയാളമാണല്ലോ പ്രൈമറിലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് അത് രണ്ടും ഓക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഹിന്ദിയും അറബിയും ഒന്നും അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹിന്ദിയിലേക്കും അറബിയിലേക്കും ഒക്കെ പോവുക. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എന്തായാലും ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ പോവാം. നെക്സ്റ്റ് റീഡിങ് കോംപ്രിഹെൻഷൻ. അതായത് നമ്മൾ അവർക്കൊരു സ്റ്റോറി റീഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇതും രണ്ടിലും നടക്കണം കേട്ടോ. അങ്ങനെ റീഡ് ഔട്ട് എ സ്റ്റോറി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ആസ്ക് ദം ടു സമ്മറൈസ്. ആ ഒരു സ്റ്റോറി സമ്മറൈസ് ചെയ്യാൻ പറയാം. ഇപ്പോൾ പറഞ്ഞെന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞുതരാൻ വേണ്ടി പറയാം. അതേപോലെ അത് അവർക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ അവരോട് എന്ത് ചെയ്യുക, ആസ്ക് ക്വസ്റ്റ്യൻ. ആ സ്റ്റോറിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നമ്മളൊരു ലീഡ് ഇട്ട് കൊടുക്കുക. എന്താണ് പറയേണ്ടത് എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ ചിലവർ എന്ത് ചെയ്യും, അത് ആലോചിച്ചെടുത്ത് പറയും. ചിലവർക്ക് അത് പറയാനും പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളടുത്ത് ദിശയിലൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവന് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നെക്സ്റ്റ് ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തീരെ മെമ്മറൈസ് ചെയ്യാൻ പറ്റാതെയായി, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാതെയായി, അങ്ങനെയൊക്കെ ആയി. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ഞാൻ വലിയൊരു ബുക്കൊക്കെ എടുത്ത് റീഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് നന്നായിട്ട് റീഡ് ചെയ്തു, നന്നായിട്ട് റൈറ്റ് ചെയ്തു. പക്ഷെ ഞാൻ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവനക്ക് പറ്റണില്ല. അതായത് ഒരു 6ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്ന ടോപ്പേഴ്സിൽ ലിസ്റ്റിൽ വരുന്ന കുട്ടിയായിരുന്നു. സ്റ്റോറി പറഞ്ഞു കൊടുത്തപ്പോൾ ആള് സ്റ്റോറിത്തെ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുക, ചില വേർഡ്സ് പറയുക, കണക്ട് ചെയ്യാൻ വേണ്ടി ആൾക്ക് പറ്റണില്ല. പകുതി എത്തിയ ആൾ സ്റ്റെക്ക് ആവുക. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയൊരു നമുക്ക് ഒരു 6ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നുള്ളതിനൊരു ഉത്തരം കിട്ടി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇയാളൊന്ന് തലടിച്ച് വീണിട്ടുണ്ട്. ആളുടെ ബ്രെയിനിൻ്റെ ഒരു ഇഞ്ചുറി ഉണ്ടായി. അതായത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി എന്നല്ല, പക്ഷേ ആ ഒരു സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്. അവരത് ഡോക്ടറിനെ കാണിച്ചു. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായനൊക്കെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വന്നിരുന്നു. ഡോക്ടറിനെ കാണിച്ച് ബ്ലഡ് സ്റ്റോപ്പായപ്പോൾ അവർ പിന്നെ അത് ബോധർ ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടറും ഓക്കെ ബ്ലഡ് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഡീൽ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാരണം ലേണിംഗ് ഡിസബിലിറ്റി വരും. നമ്മൾ വിചാരിക്കും ഇത്രയും കാലം കുഴപ്പമൊന്നുമില്ലാത്തൊരു കുട്ടിയായിരുന്നല്ലോ, ഇപ്പം എന്തുണ്ടായി എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും.
ഇനിയിപ്പോൾ ആദ്യം മുതലേ പ്രശ്നമുള്ള കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവുക മറ്റേ പേഴ്സണൽ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യമേ ആ കുട്ടിക്ക് ഇങ്ങനൊരു ലോ ആണ് റീഡിങ്ങും റൈറ്റിങ്ങും. ഐക്യൂലും ചെറിയ പ്രശ്നമുണ്ട്. അത് അവരുടെ പാരൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവർക്ക് പ്രഗ്നൻസിയിൽ ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്. അപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനത്തെ പല കാരണങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും നമുക്കത് മനസ്സിലാവും. അവർ കണക്ട് ചെയ്യാൻ പറ്റായിക, അല്ലെങ്കിൽ ആ ഉത്തരം ഓർത്തെടുക്കാൻ പറ്റായിക ഒക്കെ ഉണ്ടാവും. ഇതും നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് അസസ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്. ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പറയേണ്ടത് അവരുടെ നോട്ട്ബുക്ക് കൊണ്ടുവരാനാണ്. സ്കൂളിലത്തെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് കൊണ്ടുവരാനാണ്. അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും കുട്ടിക്ക് എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടി ഉള്ളത് എന്നുള്ളത്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ആൽഫബറ്റ്സ് എഴുതാൻ വേണ്ടി കൊടുക്കുക. ആൽഫബറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ കൊടുക്കുക. 1 വേർഡ് 2 വേർഡ് 1 വേർഡും 2 വേർഡും എഴുതാൻ പറ്റുകയാണെങ്കിൽ സെൻറ്റൻസ് കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ റീഡിങ്ങിൻ്റെ പകരം റൈറ്റിങ്. സെൻറ്റൻസ് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു കൊടുക്കുക, അവർക്കത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതി. അത് വരെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. നെക്സ്റ്റ് ഒരെണ്ണം കൊടുക്കേണ്ടത് ഈവൻ ചിലപ്പോൾ ഒരു കുട്ടി 1 വേർഡിൽ സ്റ്റോപ്പ് ചെയ്യും, 2 വേർഡിൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൊടുക്കണം. കോപ്പിങ്, അതായത് നമ്മളൊരു സെൻറ്റൻസ് എഴുതി കൊടുക്കുക, കുട്ടി അത് അതേപോലെ എടുത്തെഴുതണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് അവർ സ്പേസിങ് കറക്റ്റായിട്ടാവില്ല ചെയ്യുന്നുണ്ടാവുക. ചില ലെറ്റേഴ്സ് റിവേഴ്സ് ചെയ്തിട്ട് ചെയ്യും. അതിൽ നിന്നും നമുക്ക് ഈവൻ കോപ്പി എഴുതുകയാണെങ്കിൽ കൂടി അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതൊക്കെ ഓക്കെ ആയ ഒരു കുട്ടി, അതായത് സെൻറ്റൻസും എഴുതിയൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ അവർക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടത് സ്പോണ്ടേനിയസ് റൈറ്റിംഗ്. എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക, അവരുടെ ക്ലാസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക, എന്നിട്ട് ഒരു 2-3 സെൻറ്റൻസ് അതിനെപ്പറ്റി ഉണ്ടാക്കി എഴുതാൻ വേണ്ടി പറയുക. ഇതൊരു ലാസ്റ്റ് സ്റ്റേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചിലപ്പോൾ 2 വേർഡിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. 1 സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നില്ലെങ്കിലും ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ നമ്മൾ ഇതൊക്കെ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞത് തന്നെ ട്രാൻസ്പോസിഷൻ, റിവേഴ്സൽ, ഒമിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻസേർഷൻ. അതേപോലെ ഇതിൽ വരുന്നതാണ് സെൽഫ് കറക്ഷൻ. അതായത് ഇങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, എന്നിട്ട് അല്ല ഇതല്ലതല്ല എന്നിട്ട് അപ്പം തന്നെ മാറ്റി എഴുതാം. ചിലപ്പോൾ വീണ്ടും വെട്ടും, എന്നിട്ട് വീണ്ടും എഴുതും. ചിലപ്പോൾ ചില ലെറ്റേഴ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ തന്നെ അത് ശരിയാക്കും. മൊത്തത്തിലൊരു മെസ്സി ആയിട്ടായിരിക്കും അവരുടെ ആ ഒരു റൈറ്റിംഗ് ഉണ്ടാവുക. ആ ഒരു മെസ്സിനെസ്സിൻ്റെ എക്സ്റ്റെൻഡ് നോക്കിയിട്ട് വേണം അവരുടെ ഡിസ്ഗ്രാഫിയൻ്റെ ഒരു എക്സ്റ്റെൻഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പുവർ ഫോർമേഷൻ, അതായത് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ ഫോർമേഷനൊന്നും കറക്റ്റ് ആവില്ല. നമ്മൾ ആ ഒരു സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ആ ഒരു സംഭവങ്ങളില്ലേ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണോ അതിൻ്റെ ഫോർമേഷനൊന്നും കറക്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ കണക്റ്റിംഗ് വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് സ്പേഷ്യൽ അവെയർനെസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിംഗ് അസസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഒരിക്കലും ലൈനുള്ളതോ ചെക്കുള്ളതോ അങ്ങനെ ആയിട്ടുള്ള പേപ്പർ കൊടുക്കരുത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ സ്പേഷ്യൽ അവെയർനെസ് മനസ്സിലാവും. അതായത് ഒരുപാട് സ്ഥലമുള്ളൊരു പേജ് ആണെങ്കിലും ചില കുട്ടികൾ ചെറുതാക്കി ഒരു അറ്റത്തായിരിക്കും എഴുതുക. അപ്പം അതിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസിനെ പറ്റിയിട്ട് അവയർഡ് അല്ല എന്ന് മനസ്സിലാവും. ഒരു തലക്കിൽ എഴുതും, അല്ലെങ്കിൽ കുറച്ച് പകുതി എഴുതും, എന്നിട്ട് അടുത്ത വരിയിൽ എഴുതും, അങ്ങനെയൊക്കെ എഴുതും. അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ ഓവർ റൈറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതും അല്ലാതെ നമ്മൾ റൈറ്റിങ്ങിലും റീഡിങ്ങിലും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പീഡ് അവർക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നമ്മളടുത്ത് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടി നന്നായിട്ട് റീഡ് ചെയ്യും റൈറ്റ് ചെയ്യും ഒക്കെ ഒരുവിധം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്ലോ ആണ്. കാൽക്കുലേഷൻ ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ പാരൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ ആളൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. ഒരു ടൈപ്പ് ഓഫ് OCD എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
അവരത്രയും വൃത്തിയാക്കിയിട്ടൊക്കെ എഴുതുള്ളൂ. ആക്ച്വലി അതെന്താണ്, നന്നായിട്ട് നമ്മൾ അതിന് കറക്റ്റ് ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ എക്സാംസിനെയും ഫർദറായിട്ടുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യും. എക്സാമിലൊന്നും കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി അതവർ വിചാരിച്ചുകൊണ്ട് ചെയ്യണതുമല്ല. അപ്പം അതിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തെറാപ്പി കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. അതേപോലെ തന്നെ അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. LD ട്രെയിനിങ്ങിൻ്റെ ഒപ്പം നീഡഡ് ആയിട്ടുള്ള ഹെൽപ്പ് അവർക്ക് ചെയ്യുക. അതേപോലെ ബ്രെയിൻ ജിമ്മ് എക്സസൈസുകൾ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ റൈറ്റിംഗ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് മാത്തമാറ്റിക്കൽ സ്കിൽസ്. നമ്മൾ അവരോട് പറയാം, നമ്പേഴ്സ് എഴുതാൻ വേണ്ടി പറയാം. അതും നമ്മൾ പറയണം, വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ നമ്പേഴ്സ് എഴുതാൻ പറയാം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയാം. ചിലപ്പോൾ അതിൽ പ്രശ്നമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും നമ്പേഴ്സ് 10 വരെയൊക്കെ നമ്മൾ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് 100 വരെ എഴുതാൻ അറിയാം, 100 വരെ എഴുതട്ടെ എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ഒരിക്കലും അവരോട് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറയില്ല, നോ പറയാൻ പാടില്ല. ഓക്കെ നീ എഴുതിക്കോന്ന് പറയാം. അങ്ങനെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു 20 ഒരു 40 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, മനസ്സിലായി, എനിക്ക് 100 വരെ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി, അപ്പം നമുക്കിന്ന് വേറെ കാര്യം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് സ്ലോ ആയിട്ട് അവരെ അടുത്ത കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ കൊടുക്കേണ്ടത് ഗ്രേറ്ററും സ്മോളറും. 2 നമ്പർ എഴുതാം, ഇതിൽ ഏതാ വലുത് ഏതാ ചെറുത് എന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അതും അവരുടെ ക്ലാസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലാസ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മളൊരു അസസ്മെൻ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഓരോ ക്ലാസ്സിലും എന്തൊക്കെയാണ്, ഏത് ലെവലിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ അവെയർഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും കൊടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡിസ്കാൽക്കുലിയുള്ള ഓൾമോസ്റ്റ് കുട്ടികൾക്കും വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും കൂടി ബേസിക്കായിട്ട് നമുക്ക് അവരുടെ പ്രോബ്ലം കാണാൻ പറ്റുകയും ഈ അഡീഷനിലും സബ്ട്രാക്ഷനിലുമാണ്. അത് ആദ്യം നമ്മൾ 1 ഡിജിറ്റ് കൊടുക്കുക, 1 ഡിജിറ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ കൊടുക്കുക, പിന്നെ 2 ഡിജിറ്റ് 3 ഡിജിറ്റ്, അങ്ങനെ അതിൻ്റെ ഒരു ലെവല് കൂട്ടി കൊണ്ടുവരാം. നെക്സ്റ്റ് വണ്ണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ചിലപ്പോൾ 1 and 2 കാര്യമായിട്ട് ഉണ്ടാവില്ല, അപ്പോൾ അവരോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അതും അതേപോലെ ക്ലാസ് കൂടുന്നതനുസരിച്ച് ഡിഫിക്കൽട്ടി കൂട്ടി കൊടുക്കാം. നെക്സ്റ്റ് വൺ അതേപോലെ അവരുടെ ക്ലാസ് അനുസരിച്ച് ഫ്രാക്ഷനും അൾജിബ്രയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കോമൺ ആയിട്ട് ഇതിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളോടാണെങ്കിൽ കൂടി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ജോമെട്രിക്കൽ ഷീറ്റ്സ് ആണ്. നമ്മൾ സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ. കുറേ കുട്ടികൾ അതിനെപ്പറ്റി അവെയർഡ് ആയിരിക്കില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ട് അവർ പറയും. അപ്പോൾ എനിക്ക് തോന്നിയ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു ടിപ്പ് ഞാൻ അതിൽ പറയുന്നുണ്ട്. അതായത് അതിൽ കൂടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഭാഷയൊക്കെ അല്ലെങ്കിൽ മലയാളത്തിലെ ലെറ്റേഴ്സ് ചിലതൊന്നും അറിയാത്തതുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് അത് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒരു സ്ട്രിപ്പാക്കി കുഞ്ഞു പീസ് പേപ്പറിൽ ആ ലെറ്റേഴ്സ് എഴുതാം. ഇവർക്ക് ഷേപ്സും അറിയില്ല. അപ്പോൾ ഷേപ്സ് നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ഇന്ന ലെറ്റർ എടുത്ത് ഇന്ന ഷേപ്പിൽ വെക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അവരിങ്ങനെ ഫുൾ എല്ലാ ഷേപ്പും നോക്കി, അപ്പോൾ അതായത് ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ പറയണം. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് തന്നെ നമ്മൾ പറയണം. അപ്പോൾ അത് അവരുടെ മൈൻഡിൽ ഒന്നും കൂടെ സ്ട്രെസ്ഡ് ആവും. ആ ഒരു ലെറ്ററും സ്ട്രൈക്ക് ആവും, അതേപോലെ ആ ഒരു ഷേപ്പും സ്ട്രൈക്ക് ആവും. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ട് ലാസ്റ്റ് പറയണതാണെങ്കിലും കൂടി ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് ടൈം കൺസെപ്റ്റും മണി കൺസെപ്റ്റും. ടൈം കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ 2 വഴികളുണ്ട്. ജസ്റ്റ് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. അതായത് ഇപ്പോൾ എത്ര മണിക്കാണ് എഴുന്നേക്കാന്ന് ചോദിക്കുക, എന്നിട്ട് എപ്പോഴാണ് സ്കൂളിൽ പോകാമെന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി ചിലപ്പോൾ പറയും ഞാൻ 8 മണിക്ക് എണീച്ച് 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി വരും എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കാം, ഒരു ദിവസം ലേറ്റായിട്ട് കുട്ടി 8:50 എഴുന്നേറ്റത്, നീ 8:50 എണീറ്റത്, അപ്പോൾ നിനക്ക് കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ടൈം അവെയർഡ് അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ എന്ത് പറയും,
എനിക്ക് ഒരുപാട് സമയം ഇനിയുണ്ടല്ലോ, ഞാൻ സാധാരണ പോലെ റെഡി ആയിട്ട് പോവും, അങ്ങനെ പറയും. അവയുടെ ആയ കുട്ടിയാണെങ്കിൽ പറയും എനിക്ക് പോകാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും മീൻസ് ലേറ്റ് ആവും പോവാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അതൊരു മെത്തേഡാണ് ടൈം കൺസെപ്റ്റ്. പിന്നെ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 3 മണിക്ക് ക്ലാസ് ഉണ്ട് ചെയ്യും. അപ്പം അതിൻ്റെ ഉള്ളിൽ എത്ര മണിക്കൂറുണ്ട് എന്ന് നോക്കാം, അങ്ങനെ ചോദിക്കാം. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അങ്ങനത്തെ ഒരു പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലും കൂടുതലുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ആ ഒരു മിനിറ്റിൻ്റെ കൺസെപ്റ്റും സെക്കൻഡിൻ്റെ കൺസെപ്റ്റും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവരുടെ അടുത്ത് കണ്ണടച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഓൾമോസ്റ്റ് കുട്ടികൾക്കൊക്കെ അറിയാം. അത് ഒരു നമ്മൾ 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് അങ്ങനെയുള്ള കുട്ടികളോട് അത് ചോദിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് 1 to 60 എണ്ണണ വരെ 1 മിനിറ്റ് ആയിട്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് കൂട്ടാവുന്നുള്ളൂ. അപ്പം അവരോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അത് അറിയണ്ടാവില്ല, ടൈം കൺസെപ്റ്റ് അറിയണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നേരെ ടൈം എന്തിൽ നോക്കും, വാച്ചിൽ നോക്കും, അല്ലെ സോറി ഫോണിൽ നോക്കും. അവർക്ക് അത് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് മാറുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അറിവൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ക്ലോക്കിലാണ് ടൈം നോക്കണമെങ്കിൽ ആ സൂചി ഇവിടുന്ന് ഇവിടെ എത്താൻ വരെ ഉള്ള സമയം അത് എത്ര സമയം എടുക്കും. നമുക്കൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അല്ലേ, അതെപ്പോഴാണ് മൂവ് ചെയ്യണമെന്ന് വരെ നമ്മൾ നോക്കി നിൽക്കും. ആ ഒരു സംഭവം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടും കൂടി അവർക്ക് ടൈം കൺസെപ്റ്റ് വളരെ കുറവാണ്. നെക്സ്റ്റ് മണി കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ അവർക്കൊരു വേർഡ് പ്രോബ്ലം പോലെ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് പോലെ ചോദിക്കുക. കടയിൽ പോകാറുണ്ടോ, അപ്പോൾ നിൻ്റെ കയ്യിലൊരു 100 റുപ്പീസ് ഉണ്ട്, നിനക്കൊരു പെന്ന് വാങ്ങണം, പെന്നിന് 15 ആണ്, ഒരു നോട്ട്ബുക്ക് വാങ്ങണം 25 റുപ്പീസാണ്, പിന്നെ 2 രൂപേൻ്റെ മിഠായി വാങ്ങണം. അപ്പോൾ നീ 100 രൂപേൻ്റെ നോട്ടാണ് കൊടുത്തത്, അപ്പോൾ ആൾ നിനക്ക് എത്ര രൂപ തിരിച്ചു തരും, അത് ചോദിക്കുക. പലരും അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണേക്കാട്ടും കൂടുതൽ നന്നായിട്ട് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്തിട്ട് പറയും. അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്കല്ല, LD ഉള്ള എല്ലാ കുട്ടികൾക്കും നോർമൽ IQ അല്ലെങ്കിൽ എബോവ് നോർമൽ IQ ആയിരിക്കും. അതുകൊണ്ട് മൈൻഡ് കാൽക്കുലേഷൻ ഇവർക്ക് ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ ചിലവർക്ക് ഡിസ്കാൽക്കുലി ഉള്ളവർക്ക് ചിലപ്പോൾ നമ്പേഴ്സ് റിമെമ്പർ ചെയ്യാനായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ വലുതേതാ ചെറുതേതാ എന്നറിയാത്ത പ്രശ്നം ഉണ്ടാവും. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്രശ്നം കിടക്കുന്ന ഈ ടൈം കൺസെപ്റ്റിലും മണി കൺസെപ്റ്റിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പാരൻറ്റിനോട് വെറുതെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ബിലോ IQ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നോർമലിനും താഴെ ആവറേജിലും താഴെ IQ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറേ ഈ കാര്യങ്ങൾ ട്രെയിനിങ് കൊടുത്താലും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളത് ചോദിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ലെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം വരെ അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കുട്ടിക്ക് LD ആണോ അതോ ID ആണോ. ID എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മളൊന്നും കൂടി സ്റ്റഡീൻ്റെ മെത്തേഡൊക്കെ മാറ്റേണ്ടി വരും. എന്നാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്ന കുട്ടികളുണ്ട്, നമ്മളൊരു ഇൻവോൾവ്മെൻറ്റും പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കാരണം. അപ്പോൾ അതാണ് മണി കൺസെപ്റ്റും ടൈം കൺസെപ്റ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു ബിഹേവിയറൽ ഒബ്സർവേഷനാണ്. അതായത് കുട്ടി ടെൻസ്ഡ് ആണോ, നമ്മളെ മുന്നിലിരിക്കുന്നത് കുട്ടിക്ക് നല്ല ആൻസൈറ്റി ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അപ്പോഴത്തെ നമ്മളോടുള്ളൊരു പേടി ഉണ്ടാവും. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു റാപ്പോ ബിൽഡിങ് സെഷനോ ജനറൽ അസസ്മെൻറ്റും ഒക്കെ കൂടി നമ്മളൊന്ന് സെറ്റ് ആക്കണം കുട്ടികളെ ആക്ച്വലി. നെക്സ്റ്റ് ഇതല്ലാതെ ക്ഷീണമായിട്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫാറ്റീഗ് ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ അവർ എഴുതുന്ന പോസ്ചർ കറക്റ്റ് ആവില്ല, ചിലപ്പോൾ ചിലർ കിടന്നെഴുതും, ചിലപ്പോൾ ചിലർ ബുക്ക് വെക്കുന്ന പൊസിഷൻ കറക്റ്റ് ആവില്ല. അപ്പം അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ത്രൂ ഔട്ട് നമ്മൾ അവരുടെ ഒരു പെർഫോമൻസിൽ നിന്ന് വേണം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ നോക്കിയിട്ട് ചെയ്യുന്നത് കാര്യമല്ലല്ലോ ഈ എല്ലാ കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നന്നായിട്ട് സംസാരിക്കണുണ്ടോ, ചിലർ സംസാരിക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, ചിലർക്ക് സൗണ്ട് ഉണ്ടാവില്ല,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ചിലർക്ക് ചില വേർഡ്സ് നന്നായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് ഏജ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടീനെ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ ഒരു 4-5 കുട്ടികളൊക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോസസ്സ് ഈസി ആയിട്ട് വരും. നെക്സ്റ്റ്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസിസിൻ്റെ ഒരു പ്രോസസ്സ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, റൈറ്റിങ്ങിൽ റീഡിങ്ങിൽ ഒമിഷൻസ് എന്ന് പറഞ്ഞില്ല, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സ് അവർ കളയും, ചില വേർഡ്സ് മിസ്സാക്കും. വായിക്കണേൽ അത് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഡിസ്പ്ലേ ചെയ്തൊരു ഇതില്ലേ, താങ്ക് യു ഫോർ അറ്റൻഷൻ എന്ന് വായിക്കും, യുവർ ഉണ്ടാവില്ല. അത് വായിക്കുമ്പോൾ ഒമിഷൻ, വായനയിൽ വിട്ടുപോലെ, എഴുതുമ്പോൾ ഒമിഷൻ, എഴുത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ ചില വേർഡ്സ് മിസ്സായിരിക്കണം. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഒരു സംശയം. ശരി. അല്ല, ഈ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ എഴുതാൻ സ്പീഡ് തീരെ കിട്ടുന്നില്ല. എഴുതുമ്പോൾ ഈ കൈക്കൊക്കെ ഭയങ്കര പെയിൻ ഉണ്ട്. അത് കാരണം ഒരിക്കലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമിനേഷന് അറിയുന്ന കാര്യങ്ങൾ പോലും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി മാത്സ് ഒക്കെ അറിയുന്ന കുറെ വിട്ട് അറിയുന്നത് തന്നെ വളരെ ബാക്കിലായി പോകുന്നുണ്ട്. അങ്ങനെ അതും എന്താണ് നമ്മളെ ഡിസ്ഗ്രാഫിയാണ് അവരുടെ. അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഒരു ഫൈൻ മോട്ടോർ സ്കില്ല് കുറവായിരിക്കും. അതായത് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഫിംഗർ ടിപ്സിലെ മസിൽസ് ഒന്നും അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ബ്രെയിന് പറഞ്ഞ പോലെ അതിനനുസരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എഴുത്തൊക്കെ. കുറച്ച് എഴുതിയിട്ട് അവർ നിർത്തിക്കളയും. അതുകൊണ്ടാണ് പതുക്കെ എഴുതുന്നത്. അതിന്റെ സൊല്യൂഷനുടെ റോൾ മാത്രമേ ഡയഗ്നോസിസ് മാത്രമേ പറയുന്നുള്ളൂ. സൊല്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസസ് കൊടുത്തിട്ടാണ്. അതായത് ഡോ നീഡ് ചെയ്യുക, ചെറിയ കുട്ടികളാണെങ്കിൽ സാൻഡ് റൈറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, പ്ലേ ഡോ ഇല്ലേ, നമ്മൾ ക്ലേ അത് ഇങ്ങനെ അമർത്തുക, അതായിട്ട് പല ഷേപ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നീഡില് ബട്ടൺ, അങ്ങനത്തെ എക്സസൈസുകൾ കൊടുക്കാം. ഹൈസ്കൂൾ ഗ്രേഡിലെ കുട്ടിയാണ്. അപ്പോഴും ഈ ഒരു ഫൈൻ മോട്ടോർ സ്കില്ല് കൂട്ടാനുള്ള സംഭവങ്ങൾ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം അവർക്ക് ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതായത് ടൈമർ വെക്കുക, നീ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത് എഴുതിയിരിക്കണം എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അലാറം അടിക്കണതിൻ്റെ മുന്നേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിവാർഡ് അവർക്ക് പ്രോമിസ് ചെയ്യുക. പ്രോമിസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു റിവാർഡ് കുട്ടികൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് നമ്മളെടുത്ത് ആ ഒരു സാധനം കയ്യിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതൊരു വിശ്വാസ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അത് അത്ര എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ അവർക്ക് ആ ഒരു റിവാർഡ് കൊടുത്താലാണ് അത് അവരുടെ മൈൻഡിൽ ഞാനിത് എന്തിനാ ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുകയും ആ ഒരു റിവാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എഫക്റ്റീവ് ആവുകയും ചെയ്യുള്ളൂ. ഫോമാണോ? ഫോം നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിന്റ് ഔട്ട് ഫോം ഉണ്ടാകുമോ ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള? അങ്ങനെ ഒരു ഫോം ഉണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസിനാണ് അങ്ങനെ ഒരു ഫോം ഉള്ളത്. അതായത് അത് നമ്മൾ ഷെയർ ചെയ്യാം. കുറച്ച് ഡിലേ ഉണ്ടാവും. ആ ഫോമിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ഡാറ്റ വെച്ച് ഒരു ഫോം തരാൻ പറ്റുമോ? ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും. നാളെ വരാം, തിങ്കളാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാമല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഫോമിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ ഇപ്പോൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ നമ്മൾ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മുടെ ഓഫീസിലൊന്ന് കൂടിയിരിക്കും.
എന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അറഫ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ആ ഫോമിൽ എങ്ങനെയാണ് നമുക്ക് അസസ്മെൻ്റ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ ഇരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഇവിടുന്ന് സ്കൂളിലേക്ക് പോവുക. നമ്മൾ ദിശയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് യാത്ര മാത്രമേ ഉള്ളൂ. ഒരു 2 കിലോമീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് പോവുക. അപ്പോൾ അത് താല്പര്യമുള്ളവരുടെ അടുത്ത് മാത്രം ഇപ്പം നിങ്ങൾ ഇതിൽ പിന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നവർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും കൂടി ഇങ്ങനെ പറഞ്ഞ് സമയം കളഞ്ഞ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ അതിവിടെ പറയാത്തത്. അത് അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് ആ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ഫോമിലൂടെ എങ്ങനെയാണ് അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് പറയും. നേരത്തെ പേര് തരികയാണെങ്കിൽ നമുക്ക് അവരെ മാത്രം ഒരു ഗ്രൂപ്പ്. അതെ, യെസ്. ഇപ്പൊ തരണോ അതെങ്ങനെയാണ്? പിന്നെ ഇപ്പം തന്നെ ഗ്രൂപ്പിൽ അയച്ചാൽ മതി. ആയിക്കോട്ടെ. ഒരു ഡൗട്ട് ഉണ്ട് ഇവിടെ. ചോദിച്ചോ. നമ്മള് അസസ്മെന്റ് ഓഫ് റേറ്റിംഗ് നമ്മൾ ഓരോ സ്റ്റെപ്സിൽ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ മാം പറഞ്ഞല്ലോ, ഇപ്പൊ 1 വേർഡ് 2 വേർഡ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ ആ ഒരു ഇതില് അവർക്കത് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണോ? അപ്പോൾ അസസ്മെന്റ് ഓഫ് റൈറ്റിംഗ് കഴിഞ്ഞ് പിന്നെ അത് ഒരു 1 വേർഡ് അതിൽ അവർ നിന്നു. പിന്നെ നമ്മൾ അസസ്മെന്റ് ഓഫ് മാത്തമെറ്റിക്കൽ അതിലേക്ക് പോവുകയാണോ? എന്നിട്ട് അതിൽ അങ്ങനെയാണോ? അല്ല, നമ്മള് അത് കഴിഞ്ഞിട്ട് സെന്റൻസിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കോപ്പിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, നമ്മളൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ 2-3 സെന്റൻസ് കാണിച്ചു കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി പറയുക. അപ്പോഴാണ് നമുക്ക് അതിൽ ഒമിഷനൊക്കെ കാണാൻ പറ്റുക. നമ്മൾ എഴുതിയ വേർഡ് ചിലപ്പോൾ അതിലുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് തലതിരിച്ചെഴുതും, അല്ലെങ്കിൽ ചില ലെറ്റേഴ്സ് മാത്രം റിവേഴ്സ് ചെയ്ത് എഴുതും. ഇപ്പൊ ഞാൻ ഒരു സാധനം കാണിക്കാം. അതായത് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു ഡിസ്ഗ്രാഫി ഉള്ള ഒരു കുട്ടിയുടെ ഒരു പേപ്പർ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. അത് അത്യാവശ്യം നന്നായിട്ട് ഡിസ്ഗ്രാഫി ഉള്ള ഒരു കുട്ടിയുടെ പേപ്പറാണ്. ഇതാണ് ആ പേപ്പർ. കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കാണുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നോക്കൂ, നമ്മൾ ആദ്യം അതേപോലെ ആൽഫബറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സ്മോൾ എഴുത്, ക്യാപിറ്റൽ എഴുത് അങ്ങനെ പറയരുത്. ലെറ്റർ അവർ ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോട്ടെ. അപ്പോഴാണ് നമുക്ക് അതിൽ മിക്സിങ് വരുന്നുണ്ടോ എന്ന് മനസ്സിലാവാം. ഇവിടെ കുട്ടിയുടെ JK L അല്ല JK അതൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ I സ്മോൾ ലെറ്റർ ആണ്. പിന്നെ G മിസ്സായി പോയിട്ടുണ്ട്. അതേപോലെ ഈ PRS കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെയോ കുട്ടി എഴുതാൻ ട്രൈ ചെയ്തിട്ട് ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് അറിയാം. പക്ഷെ അവിടെ എന്തൊക്കെയോ വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ഡിസ്കാൽക്കുലിയ വല്ലാതില്ല. കാരണം എല്ലാ ലെറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. പക്ഷെ എഴുത്തിലാണ് ഇവിടെ പ്രശ്നം. എഴുത്തിലുള്ള പ്രശ്നം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും. എന്താണ്, സ്പേസിങ് കറക്റ്റ് അല്ല. ഇപ്പോൾ ഒരു നോർമലി എഴുതുന്ന കുട്ടിയാണെങ്കിൽ ഈ 18 വരെ എഴുതിയിട്ട് അടുത്തതും അത് വരെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ലെറ്റർ 25 കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും 26 ഉണ്ടാവുക. അപ്പം ആ ഒരു പിന്നെ അതേപോലെ ഹാൻഡ് റൈറ്റിങ്ങിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാണാൻ പറ്റും. ഈ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാത്ത ഒരു പ്രശ്നത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതേപോലെ ഈ മലയാളം ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞിട്ട് A കഴിഞ്ഞിട്ട് കുട്ടി Iയും Oയും ഇട്ടിട്ടുള്ളത് ഇംഗ്ലീഷാണ്. I-O. പിന്നെ ഓയും ഔവും അതൊന്നുമില്ല. പിന്നെ എന്നുള്ളതിന്റെ പകരം എന്നാണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇതൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആ ഒരു ലെവലിലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ. ഇപ്പൊ തത്താന്ന് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതിന്റെ റിവേഴ്സ് ഓർഡർ കണ്ടോ? റിവേഴ്സ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ അതേപോലെ തറ പറ ഓക്കെയാണ്. ഇത് കാക്കയാണ്. അപ്പൊ ആ ഒരു സംഭവം വിട്ടുപോയിട്ടുണ്ട്. ഈ വിട്ടുപോയതാണ് എന്ത്, ഒമിഷൻ. തിരിച്ചത് റിവേഴ്സ് റൈറ്റിംഗ്. അങ്ങനെ എല്ലാവരിലും എല്ലാതും കാണാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പിന്നെ ഈ F എഴുതിയിട്ടുള്ളത് ഈ എലിഫന്റ് എന്ന് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ആ കുട്ടിയുടെ 1 വേർഡിലെ എന്തായിട്ടുണ്ട്, നിന്ന് പോയിട്ടുണ്ട്.
പിന്നെ കാൽക്കുലേഷൻ കൊടുത്തതിൽ ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ്. കാൽക്കുലേഷൻ കൊടുത്തത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലെറ്റേഴ്സ് എഴുതിയതും 53 വരെയൊക്കെ എഴുതിയപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് ഡിസ്ഗ്രാഫിയാണുള്ളത്, അത്യാവശ്യം നന്നായിട്ട് എന്നുള്ളത്. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ചേച്ചി. ഈ മടിയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ചില കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവും, പക്ഷെ മടിയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചിലപ്പോ എഴുതാനോ ഒക്കെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. മടിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും. ഒരു കാര്യത്തിൽ കുറച്ചധികം നേരം ഇരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പറഞ്ഞ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവരിങ്ങനെ പറയും കയ്യ വേദനിക്കുന്നുണ്ട്, എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള അവർ പറയും. പക്ഷെ നമ്മൾ വിചാരിക്കുക, നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ വിചാരിക്കുക കുട്ടിക്ക് മടിയായിട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറയുന്ന പോലെയാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചെറിയ കുട്ടിയാവുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഏജാണ്. അപ്പോൾ അവരങ്ങനെ പറയണതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇതെന്നല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇമോഷണൽ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. നമ്മളത് എഴുത്തിന്നും വായനയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാരൻസിനെ റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിനായിട്ട് ടോക്ക് ചെയ്തിട്ട്. അല്ല, പിന്നെ ചില ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവായിട്ട് പഠന കാര്യത്തിൽ മാത്രം സ്ലോ ആവുന്നത്, അപ്പൊ അങ്ങനെ വരുന്നത് അതന്നെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയണത്. ആ ഒരു സ്ലോ ആവാന്ന് ഉദ്ദേശിക്കുന്ന സ്ലോ റീഡിങ്ങും സ്ലോ റൈറ്റിങ്ങും ആണോ, അതോ ഇൻട്രസ്റ്റ് ഇല്ലായ്കയാണോ? അല്ല, ഇൻട്രസ്റ്റ് ഇല്ല, അത് നിർബന്ധമില്ലാത്തൊരു കാര്യം, അങ്ങനെ ഒരു ആവശ്യമില്ലാത്തതാണ്, ബാക്കിയുള്ളതെല്ലാം ഉണ്ടല്ലോ എന്നൊരു സംഭവം. എനിക്കൊന്ന് ആഡ് ചെയ്യാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ ഇപ്പൊ ഈ മാഡം ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പം ഈ ടീച്ചിങ് സ്റ്റൈല് അതുപോലെ തന്നെ അതിന്റെ കണ്ടന്റ്, ഇത് രണ്ടും കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ടീച്ചേഴ്സ് ബോറോ അല്ലെങ്കിൽ അവര് പിന്നെ റഫ് ആൻഡ് ടഫ് ആണെങ്കിലോ അതൊക്കെ കുട്ടികളുടെ താല്പര്യത്തെ ബാധിക്കും. അതുപോലെ തന്നെ കണ്ടന്റ്, പിന്നെ ആ പഠിപ്പിക്കുന്ന വിഷയം, അതും കുട്ടിയുടെ താല്പര്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ താല്പര്യമില്ലായ്മ കുട്ടിയുടെ മടിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. നല്ല ഒരു കാര്യം കൂടി പറയാ, സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. എല്ലാ ലേണേഴ്സും ഒരേപോലെ അല്ല. അതായത് വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, അതായത് കേട്ടിട്ടും കണ്ടിട്ടും പഠിക്കുന്നവരുണ്ട്. ഇതൊന്നും അല്ലാത്തവരുണ്ട്, അതായത് കിനസ്തെറ്റിക് ലേണേഴ്സ് നമുക്കറിയാലോ. അപ്പോൾ അവർക്ക് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഏതാണോ അവരുടെ ആ ഒരു ഗ്രാസ്പിംഗ് ഏരിയ, അതിനും ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ ഒരു ക്രൈറ്റീരിയാസ് ഉള്ള ഒരു സംഭവമുണ്ട്. അതും ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതായത് അവരുടെ മോഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന മോഡ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ്, കുറച്ച് ക്വസ്റ്റ്യനൈസ് ഉള്ളൊരു ടെസ്റ്റ് ഉണ്ട്, അതും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ LD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിലും പറയാം. കാരണം ഇവർക്ക് മോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇൻ്റലക്ച്വലി അവർ ഓക്കെ ആയിരിക്കും, IQ നോർമൽ അല്ലെങ്കിൽ എബോവ് നോർമൽ ആയിരിക്കും. ചിലപ്പോൾ നോർമലി പറഞ്ഞു കൊടുക്കാം, അവർ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും ഇവർ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള ഒരാൾക്കാരാണ്. കാരണം അവർക്ക് നമ്മൾ സാധാ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അവർക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് പറഞ്ഞു കൊടുത്താലായിരിക്കും അവരുടെ മൈൻഡിലേക്ക് അവർ കയറുക, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ പറഞ്ഞ പോലെ. പിന്നെ മെമ്മറി ടെസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? മെമ്മറി ടെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ആദ്യം, പിന്നീട് എന്താണ്, നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അപ്പം തന്നെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എത്രത്തോളം അവരുടെ അതേപോലെ എത്രത്തോളം അവരുടെ മെമ്മറി ഉണ്ട് എന്നുള്ള ആ ഒരു ഷോർട്ട് ടേം മെമ്മറി തന്നെ നമുക്ക് അപ്പം അവിടെ നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ലോങ് ടേം മെമ്മറി മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം,
നമ്മളടുത്ത് സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ ലോങ് ടേം മെമ്മറി ഒരിക്കലും നമുക്ക് ആ ഒരു അസസ്മെൻറ്റ് സെഷനിൽ കിട്ടില്ല. അപ്പോൾ നമ്മളടുത്ത് 2-3 വട്ടം സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു നമ്പർ റിമെമ്പർ ചെയ്യാൻ ഫസ്റ്റ് ഡേ നമ്മൾ കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ട് അവരെ എൻഗേജ് ചെയ്യിക്കുക, അവരുടെ മൈൻഡെ എൻഗേജ് ചെയ്യിക്കുക. എന്നിട്ട് ലാസ്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് ചോദിക്കുക. ചിലപ്പോൾ അന്നും അവർക്ക് കിട്ടും, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ അവർക്കത് കിട്ടില്ല. നോർമലി ഉള്ളൊരു ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അതിനായിട്ട് ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ലോങ് ടേം മെമ്മറി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിലും കൂടുതൽ ഷോർട്ട് ടേം മെമ്മറി ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതിൽ നിന്ന് നമുക്ക് അവരുടെ അറ്റൻഷൻ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ വിഷ്വലും കൊടുക്കണ്ടേ? വിഷ്വൽ മെമ്മറിയും കൊടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അർഫ മാം, ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുമല്ലോ അല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ? തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ സീ യു അഗെയിൻ ഇൻഷാല്ലാ. നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. ആരെങ്കിലും 1-2 ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. ഫീഡ്ബാക്ക് ഞാൻ വിട്ടുപോയി. ഇവിടുത്തെ ഡ്യൂട്ടി, ഞാനിവിടെ ദുബൈയിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. യെസ്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം എനിക്ക് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അവസാനം വന്നപ്പോൾ അതിൻ്റെ ഒരു വളരെ എനിക്ക് ഇപ്പോൾ റിഗ്രറ്റ്, ഞാൻ എന്താ പറയുക, ആദ്യം കയറാൻ പറ്റാതിരുന്നാൽ ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ടാണ്. പാർട്ട് 2 ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട്. പ്ലസ് ഇതിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. പാർട്ട് 2 സ്കോപ്പ് ഉണ്ട്. ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മളടുത്ത് വരുന്ന കുട്ടികൾക്ക് LD മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഇതല്ലാതെ അവർക്ക് ഐഡിയ ഉണ്ടാവും, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും, ADHD ഉണ്ടാവും, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉണ്ടാവും, അതേപോലെ അല്ലാത്ത ഒപ്പോസിങ് ആയിട്ടുള്ള ഡിസോർഡറിൽ ODD ഉണ്ടാവും, അതേപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ LDനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. വേണമെങ്കിൽ നമുക്ക് ടൈം എടുത്തിട്ട് അത് ഒരു ക്ലാസ്സായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഈ അസസ്മെന്റ് നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ അതിനൊരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അജീത് സാർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു അസസ് ചെയ്തതിൻ്റെ കോർ കോഴ്സിലേക്ക് എത്താൻ വേണ്ടി പലപ്പോഴും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അത് വളരെ അസസ്മെന്റ്. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് ആലോചിക്കാം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അതായത് ടീച്ചറിന് വളരെ നന്ദിയുണ്ട്. വളരെ സ്ട്രക്ചറായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. വളരെ നമുക്കത് അട്രാക്റ്റീവായിരുന്നു, മനസ്സിലാക്കാനും എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ഇതിന്റെ റെമഡീസും സൊല്യൂഷനും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും സെക്കൻഡ് പാർട്ടിൽ. ഇൻഷാല്ലാ ട്രൈ ചെയ്യാം. അതിങ്ങനെ ഒറ്റ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ല പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കാലോ, എന്തിലൂടെ പോകണം എന്നുള്ളൊരു. അതെ, അപ്പോൾ ആയിക്കോട്ടെ, ഇൻഷാല്ലാ. ഓക്കെ, ശരി, ഓക്കെ.